ഹലോ, വെൽക്കം ടു ASAP. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല എക്സാമിനും മെയിനായിട്ട് ബയോളജിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് രക്തപര്യന വ്യവസ്ഥ എന്ന് അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം. നമ്മുടെ ജനറൽ PSC തൊട്ടിട്ട് HSST സോളജി എക്സാം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും നമ്മളോട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഹൃദയം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഹൃദയത്തിലോട്ടുള്ള രക്തക്കുഴലുകൾ ഏതൊക്കെയാണ്, അതിൽ വലിയത്, ചെറുത്, സിര, ധമനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പേരിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് അല്ലേ. എന്താ പണി, ഹൃദയത്തിൻ്റെ പണി എന്താ? ഹൃദയം നമ്മുടെ രക്തത്തിനെ പമ്പ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു പണി ചെയ്യുന്ന ആളാണ് ഹൃദയം, ഒരു പമ്പാണ്. സോ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഹൃദയത്തിന് ഏകദേശം ഒരു 250 മുതൽ 300 ഗ്രാം വരെയാണ് ഭാരം ഉണ്ടാവുക. ഇനി സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൈമുഷ്ടിയിൽ നമ്മളിങ്ങനെ കൈ ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു വലുപ്പമാണ് ഹൃദയത്തിന് ഉണ്ടാവുന്നത്. ഹൃദയത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്കുള്ള രക്തം പമ്പ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഹെഡ് മുതൽ ടോ വരെ നമ്മൾ പറയും അല്ലേ, എല്ലാ ഭാഗത്തേക്കും രക്തം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഫങ്ഷൻ. ഇനി മനുഷ്യൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ആദ്യം ഉണ്ടാവുന്ന അവയവം എന്ന് പറയുന്നത് ഹൃദയമാണ്. ഓക്കെ, ഒരു കുഞ്ഞ് അമ്മയുടെ വയറിൽ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ആദ്യം ഒരു 21-22 ദിവസം പ്രായമാകുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം മിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. ഇനി മനുഷ്യൻ്റെ ശരീരത്തിൽ അർബുദം ബാധിക്കാത്ത ഒരു അവയവമായിട്ട് നമ്മൾ കണക്കാക്കുന്നതും ഹൃദയത്തെയാണ്. ഓക്കെ, അപ്പോൾ അർബുദം ബാധിക്കാത്ത അവയവം, ബാക്കിയുള്ള അവയവങ്ങളിലൊക്കെ നമ്മൾ ട്യൂമേഴ്സും അല്ലെങ്കിൽ മാലിഗ്നൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അർബുദം ബാധിക്കാത്ത ഒരു അവയവമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഹൃദയമാണ്. ദെൻ ഹൃദയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ശാഖയാണ് കാർഡിയോളജി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ആരെയെ കാണുക? കാർഡിയോളജിസ്റ്റിനെയാണ് നമ്മൾ കാണുക. അപ്പോൾ കാർഡിയോളജി എന്ന് പറയുന്നത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശാസ്ത്ര ശാഖയാണ്. ഇനി നമ്മളോട് ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് ചോദിക്കും. ഇത് കൂടാതെ നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകൾ, ഹൃദയത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന കുഴലുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങത് കാണാതെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം എല്ലാം ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കുഴലുകളുടെ പേരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നോക്കിയേ, കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് മിസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഓർഡറിൽ നമ്മൾ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, ഇതിലേത് പേര് നമ്മളെടുത്ത് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവർ ഹൃദയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനുള്ള രീതി എങ്ങനെയാണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലതേ ഇതുപോലെ ഒരു കള്ളി വരച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, സാധാരണ നമ്മൾ മാത്സിൻ്റെ ക്ലാസ്സൊക്കെ നടക്കുന്ന സമയത്താണ് എന്ത് നോക്കുക? പേപ്പറും പെന്നും പെൻസിലൊക്കെ എടുത്ത് കൊണ്ടുവരിക അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണടാ? ഒരു സ്കെയിലും പെൻസിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വേണം നമ്മൾ ക്ലാസ് തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ഫ്രെയിം നിങ്ങളുടെ കയ്യിൽ സെറ്റാക്കി വെക്കുക. ഇനി ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ തന്നെ തുടങ്ങാൻ പോവുകയാണ്. ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ളായിട്ട് എഴുതുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നറിയോ? ഈ ഒരു വരച്ചതിൽ 4 കള്ളികൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഹൃദയത്തിന് 4 അറകളുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഹൃദയത്തിന് എത്ര അറകളുണ്ട്? മനുഷ്യൻ്റെ ഹൃദയത്തിലാണെന്നുണ്ടെങ്കിൽ 4 അറകളാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിനെ ടെട്രാലോക്കുലാർ ഹാർട്ട് എന്ന് പറയാറുണ്ട്. ടെട്രാലോക്കുലാർ, അതായത് 4 അറകൾ ഉള്ളത് കൊണ്ട്. ഓക്കെ, ടെട്രാലോക്കുലാർ ഹൃദയമാണ് മനുഷ്യനുള്ളത് എന്ന് പറയാം. ഇനി ഹൃദയത്തിൻ്റെ അറകളെ കുറിച്ച് നമ്മൾ അടുത്തത് തുടങ്ങാം. ഹൃദയത്തിന് 4 അറകളുണ്ടെങ്കിൽ മുകളിലുള്ള അറേനെ നമ്മൾ വിളിക്കുന്ന പേര് ഏട്രിയം എന്നാണ്. മുകളിലുള്ള 2 അറ കണ്ടോ, ഇതിനെ രണ്ടിനെയും നമ്മൾ വിളിക്കും ഏട്രിയം.
ഇതിൽ ഒരെണ്ണം റൈറ്റ് ഏട്രിയം, വലതുവശത്ത്, ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ വലതുവശത്ത് എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ് അല്ലേ. അപ്പോൾ വലതുവശത്തുള്ളത് റൈറ്റ് ഏട്രിയവും ഇടതുവശത്തുള്ളത് ലെഫ്റ്റ് ഏട്രിയവുമായിട്ട് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ താഴെ 2 അറകൾ കാണുന്നുണ്ട് അല്ലേ, വലതും ഇടതുമായിട്ട് 2 അറകളുണ്ട്. ഈ അറകളെ നമ്മൾ വിളിക്കുക വെൻട്രിക്കിൾ എന്ന് വിളിക്കും, വെൻട്രിക്കിൾ. ഓക്കെ, അപ്പോൾ താഴെയുള്ള അറകളാണ് വെൻട്രിക്കിൾ. ഇതും വെൻട്രിക്കിൾ തന്നെയാണ് കേട്ടോ. റൈറ്റ് വെൻട്രിക്കിളും ഇവിടെ ഉണ്ടാവും, ലെഫ്റ്റ് വെൻട്രിക്കിൾ അപ്പുറത്തുണ്ടാവും. അപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറയുടെ പേര് ഏട്രിയം എന്നും താഴത്തെ അറയുടെ പേര് വെൻട്രിക്കിൾ എന്നുമാണ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇവിടെ കുറേ ചുമരുകൾ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ വീട് നമുക്ക് പല റൂമായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല അറകളായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ എന്ത് വേണം? മതിൽ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ വാള് കൊടുക്കണ്ടേ, ഭിത്തി കൊടുക്കണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 4 അറേനെയും സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി ഇതിൽ വാളുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇടയിലായിട്ട് കുറേ ചുമരുകൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ചുമരുകളുടെ പേരാണ്. പഠിച്ചു വെക്കുക, ചോദിക്കാറുണ്ട്. 2 ഏട്രിയത്തിൻ്റെ ഇടയിൽ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ 2 ഭാഗമാക്കാൻ വേണ്ടി സഹായിച്ച ഒരു വാളുണ്ട്. നമ്മൾ വാളിനെ സെപ്റ്റം എന്ന് പറയും. അതായത് ഇടയിലുള്ള ഭിത്തി എന്ന് കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് സെപ്റ്റം എന്നാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ഈ ഒരു സെപ്റ്റം, ഈ ഒരു ഭിത്തി കണ്ടോ, റൈറ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ഇടയിൽ കാണുന്ന വാളിനെ പറയുന്ന പേരാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്നാണ് പേരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ എന്നാണ് അർത്ഥം. നമ്മൾ ഇന്റർവെൽ എന്നൊക്കെ പറയാറില്ലേ, ഇടയിലുള്ള ബ്രേക്കിനെ. അപ്പം ഇന്റർ ഏട്രിയൽ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? ഏട്രിയത്തിൻ്റെ ഇടയിൽ ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്നാണ് ഇതിൻ്റെ പേര്, സെപ്റ്റം. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുക, ഇന്റർ ഏട്രിയൽ സെപ്റ്റം. അപ്പോൾ 2 ഏട്രിയത്തിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു വാള് കൊടുത്തു. ഇനി അത് മാത്രം പോരാ, 2 വെൻട്രിക്കിൾ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. ഈ വെൻട്രിക്കിളിനെയും നമുക്ക് 2 അറയാക്കി മാറ്റണ്ടേ, റൈറ്റും ലെഫ്റ്റും ആക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ 2 വെൻട്രിക്കിളിൻ്റെ ഇടയിലുള്ളതിൻ്റെ പേരെന്തായിരിക്കും? ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം എന്നാണ് പേര്, ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. അപ്പോൾ 2 ആയി, 2 മാർക്ക് വേറെ നമുക്ക് കിട്ടി, ഇന്റർ വെൻട്രിക്കുലാർ. അപ്പോൾ വെൻട്രിക്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻട്രിക്കിളുമായിട്ട് ബന്ധപ്പെട്ട, വെൻട്രിക്കിളിൻ്റെ ഇടയിലുള്ളത്. സെപ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഒരു സെപ്പറേഷൻ, ഒരു ഭിത്തി എന്ന് ഓർക്കുക. അപ്പോൾ 2 കാര്യങ്ങൾ കിട്ടിയില്ലേ. അപ്പോൾ 2 അറകളെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചു. ഇനി പോരാ, നമുക്ക് നമ്മളെ വീട് 2 നിലയുള്ള വീടാണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ നിലയേനെയും താഴത്തെ നിലയേനെയും തമ്മിലൊരു സെപ്പറേഷൻ വേണ്ടേ? ആ സെപ്പറേഷൻ നോക്കൂ, ഏട്രിയത്തിനെയും വെൻട്രിക്കിളുകളെയും തമ്മിൽ വേറൊരു വലിയൊരു വാൾ ഇതിലേ പോകുന്നുണ്ട്. കണ്ടോ, വലിയൊരു വാള്, കുറച്ച് വാതിലുകളൊക്കെ ഉള്ളൊരു വാൾ ഇതിലേ പോകുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഈ ഒരു വലിയ വാളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ദാറ്റ് മീൻസ് ഏട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ളത് എന്നാണ് അർത്ഥം. അപ്പോൾ എന്ത് പറയും? ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയും, ഏട്രിയോ വെൻട്രിക്കുലാർ. അപ്പോൾ 2ൻ്റെ ഇടയിലുണ്ട് എന്നുള്ളത് ഓർത്താൽ മതി. 2 പേരും കണ്ടു കഴിഞ്ഞാൽ 2ൻ്റെ ഇടയിൽ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഓക്കെ, ഈ 3 ടേംസ് കിട്ടിയോ? ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. 1 ഏട്രിയത്തിൻ്റെ ഇടയിൽ, വേറൊരെണ്ണം വെൻട്രിക്കിളിൻ്റെ ഇടയിൽ. ലാസ്റ്റ് പറഞ്ഞത് ഏട്രിയത്തിനെയും വെൻട്രിക്കിളിനെയും, മേലത്തെയും താഴത്തെയും അറേനെ സെപ്പറേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അറിയുന്നൊരു കാര്യമാണ്, റൂമായി കഴിഞ്ഞാൽ ചുമരുണ്ടാവും. ചുമര് മാത്രം പോരാ, അതിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും ഒക്കെ കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? വാതിൽ വേണം, അല്ലെങ്കിൽ ജനൽ ആവശ്യമുണ്ട് അല്ലേ. അപ്പം ഈ 2 ഭാഗത്ത്, നമ്മുടെ ഏട്രിയത്തിൻ്റെ ഈ റൈറ്റ് സൈഡിലാണെങ്കിലും ഈ ലെഫ്റ്റ് സൈഡിലാണെങ്കിലും നമുക്ക് 2 വാൽവുകൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ 2 അടപ്പുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരടപ്പ് കാണുന്നത് ഇവിടെയാണ്, രണ്ടാമത്തെ അടപ്പ് കാണുന്നത് ഇവിടെയാണ്. ഇനി വേറെ 2 അടപ്പുകളും ഇതിൻ്റെ ഇടയിലും ഇവിടെയുമായിട്ട് വേറെ 2 അടപ്പുകളും കൂടി കാണുന്നുണ്ട്. അപ്പം നമുക്ക് 4 വാൽവുകളുടെ പേര് ചോദിക്കാം. ഹൃദയത്തിലുള്ള 4 വാൽവുകൾ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടണം. അപ്പോൾ ഒരു വാൽവ് എവിടെയാണ് കാണുന്നത്? ഫസ്റ്റ് വാൽവ് എവിടെയാണ് കാണുന്നത്? ഫസ്റ്റ് വാൽവ് റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ കാണുന്നു. ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക. റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ കാണുന്ന വാൽവിൻ്റെ പേരാണ് ത്രിദള വാൽവ്.
ത്രിദള വാൽവ് എന്നാണ് പേര്. ത്രിദള വാൽവ്. ഓക്കെ, ത്രിദള വാൽവ് എന്ന് പറയും. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ത്രിദളം അല്ലെങ്കിൽ 3 എന്ന് കാണിക്കാൻ വേണ്ടി ട്രൈ കസ്പിഡ് വാൽവ് എന്നാണ് പറയുക. ട്രൈ കസ്പിഡ് എന്ന് പറയും കേട്ടോ. ട്രൈ കസ്പിഡ് വാൽവ്. ഓക്കെ, ഇതാണ് ഈ സൈഡിൽ കാണുന്ന വാൽവ്. ഇനി അപ്പുറത്തെ സൈഡിൽ ഞാൻ 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വാൽവ് അങ്ങനെ തന്നെ ഓർത്താൽ മതി. 2 എന്നുള്ള വാക്ക് അവിടെ ഓർത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയിൽ രണ്ടാമത്തെ ഒരു വാൽവ് കാണുന്നുണ്ട്. അതിൻ്റെ പേരാണ് ദ്വിദള വാൽവ്. ദ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ദ്വിദള വാൽവ് എന്നാണ്. ദ്വിദള വാൽവ്. അപ്പോൾ 2 എന്ന് കാണിക്കാൻ നമ്മൾ ഇംഗ്ലീഷിൽ നോർമലി ബൈ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ പേര് ബൈകസ്പിഡ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. പേരെന്താ? ബൈകസ്പിഡ് എന്നറിയപ്പെടും. ബൈകസ്പിഡ് വാൽവ്. ഇനി ഈ ദ്വിദള വാൽവിന് വേറൊരു പേരും കൂടി ഉണ്ട്. ചിലപ്പോൾ എക്സാമിന് അതായിരിക്കും ചോദിക്കുക. ദ്വിദള വാൽവിൻ്റെ വേറൊരു പേര് എന്ന് പറയുന്നത് മിട്രാൽ വാൽവ് എന്നാണ്. മിട്രാൽ വാൽവ്. ഓക്കെ, മിട്രാൽ വാൽവ് എന്നുള്ള പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? 2 വാൽവിൻ്റെ പേര് കിട്ടിയോ? വലത് ഏട്രിയത്തിൻ്റെയും വലത് വെൻട്രിക്കിൾ ഇടയിൽ ത്രിദള വാൽവ് അല്ലെങ്കിൽ ട്രൈകസ്പിഡ്. ഇടത് ഏട്രിയത്തിൻ്റെയും ഇടത് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ ദ്വിദള വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ്. വേറൊരു പേരും കൂടി ഉണ്ട്, മിട്രാൽ വാൽവ്. ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? ഇനി നമുക്ക് 3, 4 എന്ന് പറഞ്ഞിട്ടൊരു വാൽവ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ 3ാമത്തെയും 4ാമത്തെയും വാൽവിനെ നമ്മൾ ഒറ്റ പേരിലാണ്, 2 പേരുകൾ വേറെ വേറെ ഉണ്ട്, പക്ഷെ നമുക്ക് നോർമലി ഒറ്റ പേരിലാണ് ഇത് അറിയപ്പെടാറ്. ഈ 3ാമത്തെയും 4ാമത്തെയും വാൽവിനെ നമ്മൾ പറയുക സെമി ലൂണാർ വാൽവ് അല്ലെങ്കിൽ അർദ്ധചന്ദ്രാകാര വാൽവുകൾ എന്ന് പറയും. പേര് കിട്ടിയോ? അർദ്ധചന്ദ്രാകാര വാൽവുകൾ. അതിൻ്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് അർദ്ധചന്ദ്രൻ ഷേപ്പ്. സെമി ലൂണാർ, അർദ്ധചന്ദ്രാകാര വാൽവുകൾ എന്നാണ് പറയുക. ഓക്കെ, അർദ്ധചന്ദ്രാകാര വാൽവുകൾ അല്ലെങ്കിൽ സെമി ലൂണാർ വാൽവ് എന്ന് പറയും. അപ്പോൾ വാൽവുകളുടെ കേസ് ഓക്കെ ആണോ? ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഭിത്തികളെ നമ്മൾ പറഞ്ഞു, അറകൾ 4 നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഇടയിലുള്ള വാൽവുകൾ പറഞ്ഞു. ഇനി ഈ വാൽവുകൾ എന്തിനാ? ഭിത്തികൾ ബ്ലഡ് തമ്മിൽ മിക്സ് ആവാതിരിക്കാനാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. വാൽവുകൾ എന്തിനാന്ന് വെച്ചാൽ ഈ ബ്ലഡ് ഇങ്ങനെ താഴത്തോട്ട് വരും. ഓരോ അറ നിറയുമ്പോൾ ബ്ലഡ് ഇങ്ങനെ താഴത്തോട്ട് ഒഴുകുക ചെയ്യുക. ആ ഒഴുകി വന്ന ബ്ലഡ് തിരിച്ച് മുകളിലോട്ട് കയറാൻ പാടില്ല. ഓക്കെ, അപ്പോൾ രക്തത്തിൻ്റെ തിരിച്ചൊഴുക്ക് തടയാൻ വേണ്ടിയിട്ടാണ് ഈ വാൽവുകളൊക്കെ സഹായിക്കുന്നത്. ഓക്കെ, ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? രക്തം ഒഴുകാൻ പാടുള്ളൂ. അത് തിരിച്ച് കയറാതിരിക്കാൻ വേണ്ടി ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയും നമ്മൾ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓരോ വാൽവുകളും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ സെമി ലൂണാർ വാൽവ് അല്ലെങ്കിൽ അർദ്ധചന്ദ്രാകാര വാൽവുകൾ എവിടെയാണ് കാണുക? അർദ്ധചന്ദ്രാകാര വാൽവുകൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും അതുപോലെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കുഴലുകളുടെ അടുത്താണ് കാണുന്നത്. ആ കുഴലുകൾ ഏതാണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നമുക്ക് പറയും. എല്ലാം കൂടി ഇതിലായി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണാതെ ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോവാം. ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങൾ സെറ്റാണോ? ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പോയിന്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ നമ്മളിപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത്രയും വാൽവുകളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മളൊരു വാൽവിനെയും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, സെമി ലൂണാർ അല്ലേ. സെമി ലൂണാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധചന്ദ്രാകാര വാൽവുകൾ. 2 ടേമും ഓർത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഇത്രയും കാര്യം അറിഞ്ഞാൽ പോരാ, നമ്മളോട് കുറച്ച് രക്തക്കുഴലുകൾ ചോദിക്കും. ഹൃദയത്തിലോട്ട് രക്തം കൊണ്ടുവരുന്നത് ആര്? ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നത് ആര്? അങ്ങനെയുള്ള കുറച്ച് പേരുകൾ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തുടങ്ങുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ ഹൃദയത്തിൻ്റെ വലതുവശത്ത്. ഓക്കെ, ഹൃദയത്തിൻ്റെ വലതുവശത്ത് എപ്പോഴും അശുദ്ധ രക്തമായിരിക്കും ഉണ്ടാവുക. അതായത് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ രക്തമാണ് ഈ ഒരു അറയിലൂടെ എപ്പോഴും പോവുള്ളൂ. ആ കോൺസെപ്റ്റ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കുക. ഹൃദയത്തിൻ്റെ വലതുവശത്ത് എപ്പോഴും ആരേ ഉണ്ടാവുള്ളൂ? ഓക്സിജൻ കുറഞ്ഞ രക്തം, അതായത് അശുദ്ധ രക്തമാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിൻ്റെ ഇടതുവശത്ത്, ഇടതുവശം എന്ന് പറഞ്ഞാൽ ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ, ഈ സൈഡിലൂടെ എപ്പോഴും ശുദ്ധരക്തം, ഓക്സിജൻ്റെ അളവ് കൂടുതലുള്ള രക്തമായിരിക്കും ഈ ഭാഗത്ത് എപ്പോഴും ഉണ്ടാവുക. ഓക്സിജൻ്റെ അളവ് കൂടുതലുള്ള രക്തമാണ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് അടുത്ത ആൾക്കാരെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ
കാര്യം കോൺസെപ്റ്റ് നമ്മളിവിടെ ഫിക്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പോയിന്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പം ഞാനാണെങ്കിലും ഈ ഒരു കാര്യം പറയുന്നത്, ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി അടുത്തത് ഇവിടുന്ന് തുടങ്ങാമെന്ന് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. കുറേ കാലമായിട്ട് ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചതാണ് അല്ലേ. അപ്പം നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കോൺസെപ്റ്റിലോട്ട് വരേണ്ടത് എങ്ങോട്ടാ? ഹൃദയത്തിൻ്റെ വലതുവശത്ത് എപ്പോഴും ഓക്സിജൻ കുറഞ്ഞ രക്തവും ഇടതുവശത്ത് എപ്പോഴും ഓക്സിജൻ കൂടിയ രക്തമായിരിക്കും. ഒരിക്കലും ഇവർ തമ്മിൽ മിക്സ് ആവാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവിടെ ഹൃദയത്തിനെ പണിഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഒരേ അളവ് രക്തം രണ്ട് സൈഡിലൂടെ ഇങ്ങനെ മാറി മാറി ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രക്തപര്യനാണ് നമുക്ക് എന്ന് പറയാം. ഇരട്ട രക്തപര്യനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ എമൗണ്ട് ബ്ലഡ് 2 പ്രാവശ്യം 2 സൈഡിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഇനി നമ്മൾ തുടങ്ങേണ്ടത് ഹൃദയത്തിൻ്റെ ഈ ഒരു സൈഡിൽ ഇടത് ഏട്രിയാണ് മുകളിലുള്ളത് അല്ലേ. ഈ ഇടത് ഏട്രിയത്തിലേക്ക് ഓക്സിജൻ കൂടുതലുള്ള രക്തം വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നായിരിക്കും രക്തം കൊണ്ടുവരുന്നുണ്ടാവുക? ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ശ്വസനം എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് അറിയണം. ഓക്കെ, എപ്പോഴും രക്തം ശ്വാസകോശത്തിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോഴാണ് ഓക്സിജനെ കിട്ടുന്നത് അല്ലേ. അപ്പം ഇടത് ഏട്രിയത്തിലേക്ക് ലങ്സിൽ നിന്നാണ് രക്തം പമ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ലങ്സ് ശ്വാസകോശത്തിൽ നിന്നാണ് ഇടത് ഏട്രിയത്തിലോട്ട് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തത്തിനെ കൊണ്ടുവരുന്നത് അല്ലേ. നമ്മൾ ശ്വസിച്ചപ്പോൾ കിട്ടിയ ഓക്സിജനൊക്കെ നമ്മുടെ ലങ്സിൻ്റെ ആൽവിയോളയിൽ നിന്ന് രക്തത്തിലോട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലങ്സിൽ നിന്ന് ഇടത് ഏട്രിയത്തിലോട്ട് എന്ത് വന്നിട്ടുണ്ട്? നല്ലോണം ഓക്സിജൻ ഉള്ള രക്തം നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ബാത്റൂമിലൊക്കെ വെള്ളം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പൈപ്പ് വരണ്ടേ, ടാങ്കിൽ നിന്ന് ഒരു പൈപ്പ് കിട്ടണം അല്ലേ. ആ പൈപ്പ്, അല്ലെങ്കിൽ നമ്മുടെ കേസിലാണെങ്കിൽ ഹൃദയത്തിൻ്റെ കേസിലാണെങ്കിൽ അത് രക്തക്കുഴലാണ്. ആ രക്തക്കുഴൽ എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? ശ്വാസകോശ സിരയാണ്. ശ്വാസകോശസിര ചോദിക്കാറുണ്ട്. ശ്വാസകോശസിര. ലങ്സിൽ നിന്ന് ഇടത് ഏട്രിയത്തിലോട്ട് രക്തം കൊണ്ടുവരുന്നത് ആരാന്ന് ചോദിക്കും. ശ്വാസകോശസിരയാണ്. ഓക്കെ, ശ്വാസകോശസിര രക്തം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇടത് ഏട്രിയം നിറയും. ഇടത് ഏട്രിയത്തിൽ നിന്ന് പതുക്കെ ഈ അടപ്പ് തുറന്ന് ഇടത് വെൻട്രിക്കിളിലോട്ട് എത്തും. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് അവിടെ വെറുതെ ഇങ്ങനെ വെച്ചാൽ പോരാ, ആ ഇടത് വെൻട്രിക്കിളിൽ നിന്ന് വേറെ കുറച്ച് സ്ഥലത്തേക്ക് അതിനെ പമ്പ് ചെയ്യാണ്. അപ്പം ഇടത് ഏട്രിയത്തിൽ നിന്ന് ഇടത് വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പമ്പ് ചെയ്യാന്നറിയോ? ഇടത് വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ടാണ്. ഓക്കെ, ശരീരത്തിൻ്റെ പല പല സൈഡിലോട്ടാണ് ഇനി ആ രക്തം കൊണ്ടുപോകുന്നത്. വിവിധ ശരീരഭാഗങ്ങളിലേക്കാണ് ആ രക്തത്തിനെ നമ്മൾ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വിവിധ ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും കപ്പാസിറ്റി ഉള്ള വലിയ ഒരു കുഴൽ അവിടെ ഉണ്ടാവണ്ടേ, എന്നാലല്ലേ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കുഴലിൻ്റെ പേര് മഹാധമനി, അയോട്ട എന്ന് പറയും. മഹാധമനി എന്നാണ്. മഹാധമനി അല്ലെങ്കിൽ അയോട്ട. അപ്പോൾ ഈ സൈഡിലുള്ള കുഴലുകൾ കിട്ടിയോ? ഈ സൈഡിൽ എപ്പോഴും ഓക്സിജൻ കൂടുതലാണ് എന്ന് ഓർത്തിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. ഓക്സിജൻ കൂടുതലാണെങ്കിൽ എപ്പോഴും ലങ്സിൽ നിന്നായിരിക്കും വരിക. ലങ്സിൽ നിന്ന് ശ്വാസകോശ സിര വഴി ഇടത് ഏട്രിയത്തിലേക്ക് എത്തും. ഇടത് ഏട്രിയത്തിൽ നിന്ന് ഇടത് വെൻട്രിക്കിൾ വഴി മഹാധമനിയുടെ സഹായത്തോടു കൂടി ശരീരത്തിൻ്റെ പല പല ഭാഗത്തേക്ക് നമ്മുടെ രക്തം ഒഴുകാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ ശരീരഭാഗങ്ങൾക്ക് ഓക്സിജൻ അടങ്ങിയ രക്തമൊക്കെ കിട്ടും. കോശങ്ങളൊക്കെ ശ്വസിച്ച് കോശശ്വസനം ATP ഒക്കെ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നടക്കുകയല്ല, പല സിസ്റ്റം ഒരുമിച്ച് വർക്ക് ചെയ്താലേ നമുക്കിങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വിവിധ ഭാഗങ്ങൾ എന്ത് ചെയ്തു? രക്തത്തിലുള്ള ഓക്സിജനൊക്കെ ഉപയോഗിച്ച് രക്തം മാത്രം ബാക്കിയായി. അങ്ങനെ ആവുമ്പോൾ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഈ കുറഞ്ഞ ഓക്സിജൻ കുറഞ്ഞ രക്തത്തിനെയാണ് പിന്നെ നമ്മൾ അടുത്ത അറയിലൂടെ, അടുത്ത റൈറ്റ് സൈഡിലൂടെ പിന്നെ കടത്തി വിടുന്നത്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു സൈഡ് ആദ്യം പറഞ്ഞു, അടുത്തത് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷെ നടക്കുന്ന സമയത്ത്, ഇപ്പം നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ഇത് ഒരേ സമയം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ശരീരഭാഗങ്ങൾ ഉപയോഗിച്ച രക്തത്തിനെ വീണ്ടും എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നറിയോ? ഉപയോഗിച്ച രക്തത്തിനെ വലത് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരാം. ആവശ്യമുണ്ട്, വെറുതെ കൊണ്ടുവരുന്നൊന്നുമല്ല. വീണ്ടും അതിനെ ലങ്സിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വളഞ്ഞിട്ടാണ് വരിക. നേരിട്ട് ലങ്സിലോട്ട് അങ്ങ് കൊണ്ടു കൊടുക്കുകയല്ല ചെയ്യുക, വേറെ വഴിയിലൂടെയൊക്കെ ഒന്ന് പോകണം. അപ്പോൾ വലത് ഏട്രിയത്തിലേക്ക് എവിടുന്നാ രക്തം വരുന്നത്?
വിവിധ ശരീരഭാഗത്തു നിന്നാണ് അല്ലെ, വിവിധ ഭാഗത്ത് നിന്നാണ് നമ്മുടെ വലത് ഏട്രിയത്തിലോട്ട് രക്തം വരിക. അപ്പൊ നോക്കൂ, നമ്മുടെ കാലിന്റെ സൈഡിൽ നിന്ന് വരണം, തലയുടെയും ഈ ചെസ്റ്റിന്റെയും സൈഡിൽ നിന്നും കയ്യിൽ നിന്നൊക്കെ ബ്ലഡ് വരാനുണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വലത് ഏട്രിയത്തിലേക്ക് 3 പ്രധാന രക്തക്കുഴലുകളാണ് രക്തം കൊണ്ടുവരുന്നത്. അപ്പോൾ വിവിധ ശരീരഭാഗത്ത് നിന്ന് 3 കുഴലുകളുടെ പേര് ഇവിടെ ഓർത്തു വെക്കണം. ഇവിടെ ഒറ്റ ശ്വാസകോശ സിര ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 3 സിരകളുടെ പേര് നിങ്ങൾ ഓർത്തു വെക്കണം. ഒന്നാമത്തെ സിര നോക്കിയേ, ഞാനിവിടെ 1, 2, 3 എന്ന് എഴുതുന്നുണ്ട്. ഒന്നാമത്തെ സിര എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും പോർഷൻ ഇല്ലേ, ചെസ്റ്റിൻ്റെ പോർഷൻ അവിടെ നിന്ന് മുകളിലോട്ട് നമ്മുടെ ബ്രെയിനിൽ നിന്നാണെങ്കിലും കഴുത്തു നിന്നും ചെസ്റ്റ് നെഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ബ്ലഡ് കൊണ്ടുവരുന്ന കുഴലിൻ്റെ പേര് ഊർധ്വമഹാസിര. ഊർധ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയർ എന്ന അർത്ഥം. അപ്പം നിങ്ങൾ ഓർക്കുക, ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ഓക്സിജൻ കുറഞ്ഞ രക്തത്തിനൊക്കെ ആര് കൊണ്ടുവരും? ഊർധ്വമഹാസിര. അപ്പോൾ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഊർധ്വമഹാസിരയാണ്. ഊർധ്വമഹാസിര. ഇനി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആൾക്കാരാണെങ്കിൽ സുപ്പീരിയർ വെനക്കാവ എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമ്മളോട് ഇപ്പം HSA വരെയുള്ള കേസിലാണെങ്കിൽ മലയാളം മീഡിയം ആണ്, HSST ആണെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും പൊതുവെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ 2 ടേംസ് ഒന്ന് ഓർത്ത് വെക്കുക, ഊർധ്വമഹാസിര അല്ലെങ്കിൽ സുപ്പീരിയർ വെനക്കാവ. അപ്പോൾ ഒരെണ്ണം കിട്ടിയില്ലേ. ഇനി രണ്ടാമത് നോക്കി, നമ്മൾ ഇവിടെ വരെ മാത്രമല്ല രക്തക്കുഴലുള്ളത്, നമ്മളെ വയറിൻ്റെ അവിടെ നിന്നും താഴത്തോട്ട് കാലിൻ്റെ അവിടെ നിന്നൊക്കെ ഉള്ള ഓക്സിജൻ കുറഞ്ഞ രക്തത്തിനെ നമുക്ക് ഈ ഹൃദയത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ശരീരത്തിൻ്റെ താഴെ ഭാഗത്തുള്ള അശുദ്ധ രക്തം വഹിക്കുന്ന കുഴലുകളാണ് അധോമഹാസിര എന്ന പേര്. അപ്പോൾ രണ്ടാമത്തെ ആളുടെ പേരാണ് അധോമഹാസിര, ഇൻഫീരിയർ വെനക്കാവ എന്ന് പറയും. അധോമഹാസിര, ഇൻഫീരിയർ വെനക്കാവ. ഇനി മൂന്നാമത്തെ ആള് വേറെ ആരുമല്ല, ഹൃദയത്തിലുള്ള കൊറോണറി സിരകളാണ്. ഓക്കെ, മൂന്നാമത്തെ ആള് ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനും എന്തുപയോഗിച്ചിട്ടുണ്ടാവും? ഹൃദയത്തിന് ഈ പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശക്തി വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച രക്തത്തിൽ ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന ആള് കൊറോണറി സിരയാണ് ഹൃദയത്തിൽ നിന്നുള്ള അശുദ്ധ രക്തത്തിനെ വലത് ഏട്രിയത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. കിട്ടിയോ? അപ്പോൾ വലത് ഏട്രിയത്തിലേക്ക് ശരീരത്തിന്റെ വിവിധ ഭാഗത്തുനിന്ന് 3 കുഴല് വഴിയാണ് രക്തം എത്തുന്നത്. ഊർധ്വമഹാസിര, അധോമഹാസിര, കൊറോണറി സിര. ഇനി വലത് ഏട്രിയത്തിൽ ഈ പമ്പുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രക്തം ഇങ്ങനെ ഫില്ല് ചെയ്ത് ഇതുവഴി എന്ത് ചെയ്തു? വലത് വെൻട്രിക്കിളിലോട്ട് എത്തുമല്ലോ. വലത് വെൻട്രിക്കിളിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി വലത് വെൻട്രിക്കിളിൽ നിന്ന് ഈ രക്തം ഉദ്ദേശം എന്താ? ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ കൂട്ടിയിട്ട് അടുത്ത സൈക്കിൾ വീണ്ടും തുടങ്ങണം അല്ലേ. അപ്പോൾ വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം പിന്നീട് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? വീണ്ടും ലങ്സിലോട്ട് തന്നെ അങ്ങ് എത്തിച്ചു കൊടുക്കും. അപ്പോൾ വീണ്ടും ഓക്സിജൻ കിട്ടും. പിന്നെയും ഈ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ അവസാനം വരെ ഇതൊരു റെസ്റ്റ് ഇല്ലാണ്ട് നടക്കുന്ന പ്രവർത്തനം. അപ്പോൾ വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം പോകുന്നത് എങ്ങോട്ടാണ്? ലങ്സിലോട്ടാണ്. അപ്പോൾ കൊണ്ടുപോകാൻ കുഴൽ വേണ്ടേ? ഈ ലങ്സിലോട്ട് അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ തുടക്കം ശ്വാസകോശ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. പക്ഷെ ഇവിടെ കൊണ്ടുപോകുന്നത് ശ്വാസകോശ ധമനിയാണ് കൊണ്ടുപോകുന്നത്. ശ്വാസകോശ ധമനി വഴിയാണ് ലങ്സിലോട്ട് എത്തിക്കുക. കിട്ടിയോ? എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മൾ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ വരച്ചു വെച്ച ആ സാധനമല്ലേ, അതിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി നോക്കി. ഈ പറഞ്ഞിട്ടുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ? ഇത്രയും കുഴലുകളേ ഉള്ളൂ. ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് പറയേണ്ട കാര്യം എന്താണെന്നറിയോ? അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൃദയത്തിലോട്ട് രക്തം കൊണ്ടുവരുന്നത് സിരയാണോ ധമനിയാണോ എന്ന് ചോദിക്കുന്നു. ഹൃദയത്തിലോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്ന ഫസ്റ്റ് തുടക്കം വരുന്ന എപ്പോഴും ഏട്രിയം, മുകളിലുള്ള അറയൊക്കെയാണ് ആദ്യം വരുന്നത് കേട്ടോ. അപ്പോൾ ഹൃദയത്തിലോട്ട് അല്ലെങ്കിൽ ഏട്രിയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളെ കോമൺ ആയിട്ട് നമുക്ക് നോക്കി നോക്കിയേ, എല്ലാത്തിൻ്റെ അറ്റത്ത് സിര എന്നല്ലേ കാണുന്നത്. അപ്പോൾ ഹൃദയത്തിലോട്ട് എപ്പോഴും രക്തം കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു സിരയായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ആവണ്ട, ശ്വാസകോശ സിരയാണോ ധമനിയാണോ എന്നുള്ളത് മാറൂല. അപ്പം ഹൃദയത്തിലോട്ട് എപ്പോഴും കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു സിരയും, ഹൃദയത്തിൽ നിന്ന് അതായത് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ഒരു ധമനിയുമായിരിക്കും. കിട്ടിയോ? ഏതെങ്കിലും ഒരു ധമനിയുമായിരിക്കും. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പഠിച്ചു വെക്കാനുള്ള സാധനങ്ങൾ കേട്ടോ. ഏതെങ്കിലും ഒരു ധമനിയായിരിക്കും. ഇനി ഇതിന്ന് നിങ്ങളൊരു കാര്യം ഓർത്ത് വെക്കുക, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം ഉണ്ടാവും. ശുദ്ധരക്തത്തിനെ കൊണ്ടുപോകുന്നത് എപ്പോഴും ധമനിയാണ്, അശുദ്ധ രക്തത്തിനെ എപ്പോഴും കൊണ്ടുപോകുന്നത് സിരയാണ് എന്ന് പറഞ്ഞിട്ട് പണ്ട് എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ശരിക്കും അപ്പോൾ ഇവിടെ നോക്കിയേ,
ശ്വാസകോശ സിര കൊണ്ടുപോകുന്നത് ശുദ്ധരക്തത്തിനെയാണ്. അപ്പൊ നമ്മൾ വേറെ ഒരു കോൺസെപ്റ്റും കൂടെ അതിൻ്റെ കൂടെ പഠിക്കുക. ശുദ്ധരക്തത്തിനെ കൊണ്ടുപോകുന്ന ഏക സിരയാണ് ശ്വാസകോശ സിര. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിരയുടെ പേര് ശ്വാസകോശ സിര. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ പഠിച്ച ആ കോൺസെപ്റ്റ് ഒന്ന് മാറിപ്പോയില്ലേ? ധമനി എന്ന് പറയുന്നത് ഇവിടെ അശുദ്ധ രക്ത കൊണ്ടുപോകുന്നത്. അപ്പൊ എങ്ങനെയാ പഠിച്ചു വെക്കുക? അശുദ്ധ രക്ത ധമനി. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയേ ഉള്ളൂ, അത് ശ്വാസകോശ ധമനിയാണ്. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ 2 കോൺസെപ്റ്റ് കിട്ടിയില്ലേ? ഇനി അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ് എന്ന് ചോദിക്കും. സിമ്പിളാണ്. മനുഷ്യ ശരീരത്തിൽ എല്ലായിടത്തേക്കും ബ്ലഡ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വലിയ ധമനി ഏത് മാത്രമേ ഉള്ളൂ? മഹാധമനിയേ ഉള്ളൂ. അപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി എന്നറിയപ്പെടുന്നത് മഹാധമനി. ഇനി അതല്ല, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? മഹാധമനിയാണ്. ഓക്കെ, അപ്പം മഹാധമനിക്ക് 2 കാര്യങ്ങളുണ്ട്. ഏറ്റവും വലിയ ധമനി എന്ന് പറയാം, അല്ലെങ്കിൽ ഏറ്റവും വലിയ രക്തക്കുഴൽ എന്നും അറിയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ സിര ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ പേര് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സിര ഏതായിരിക്കും? സിമ്പിൾ ലോജിക്കായിട്ട് ആലോചിച്ചാൽ മതി. നോക്കിയേ, നമുക്കറിയുന്ന കുറച്ച് സിരകൾ ഈ 4 ആണ് അല്ലേ? ശ്വാസകോശ സിര, നമ്മുടെ ഹൃദയവും ശ്വാസകോശവും അടുത്താ നിൽക്കുന്ന, അപ്പം അത്ര വലിപ്പമൊന്നും വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് ആലോചിച്ച് വെക്കാം. ഇനി ഊർധ്വമഹാസിര. ഊർധ്വമഹാസിര എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള അശുദ്ധ രക്തം കൊടുക്കുന്ന. അപ്പൊ മുകൾ ഭാഗം എന്ന് പറയുമ്പോൾ ഹൃദയം നിൽക്കുന്നത് ഇവിടെയല്ലേ? അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടി അധികം ദൂരം ഒന്നും കുഴലിടേണ്ട ആവശ്യമില്ല. ഇനി കൊറോണറി സിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ചുറ്റുമുള്ളത് തന്നെയാണ്. അപ്പൊ ഹൃദയത്തിന്റെ ചുറ്റുമുള്ളതാകുമ്പോൾ അതിനും അധികം ലെങ്ത് ആവശ്യമില്ല. പക്ഷേ നമ്മുടെ കാലിന്റെ അറ്റവും ഹൃദയവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലെ? കുറച്ച് നീളം കൂടുതലുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് നിന്ന്, താഴെ ഭാഗത്ത് നിന്ന് ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം കൊടുക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ആരാ അത്? അധോ മഹാസിര. അപ്പം ഏറ്റവും വലിയ സിര എന്നറിയപ്പെടുന്നത് അധോ മഹാസിരയാണ്. ഓക്കെ, കാണാതെ നമ്മൾ പഠിക്കുമ്പോൾ ഓപ്ഷനിൽ എല്ലാ സിരയും വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഓരോ പേരുകളും അവരുടെ അവയവങ്ങളും തമ്മിൽ ഏകദേശം ഒരു ദൂരമൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അധോ മഹാസിരയാണ് ഏറ്റവും വലിയ സിര എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിൽ നിങ്ങൾ തന്നെ ഈ നമ്പർ ഇട്ട സ്ഥലത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കിയേ. സ്വന്തമായിട്ടൊന്ന് ഫില്ല് ചെയ്തേ. ഈ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് വരിക എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കിയേ. ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സെറ്റായി മനസ്സിലായി എന്നുള്ള അർത്ഥം. അപ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് പേര് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ പറയാത്ത 2 പേര്, ഈ 2 മൂലയ്ക്കായിട്ട് 2 പേര് കാണുന്നുണ്ട്. ആ ആളെ മാത്രമേ നമ്മൾ ഇനി പറയാത്തുള്ളൂ. അതെ, വലത് ഏട്രിയത്തിലാണ് 2 ആളും എന്നുള്ളത് ഓർത്താൽ മതി. വലത് ഏട്രിയത്തിൻ്റെ വലത് സൈഡിൽ മുകളിൽ മൂലയ്ക്ക് കാണുന്ന കുറച്ച് കൂട്ടം കോശങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ടിഷ്യൂസിനെ നമ്മൾ പറയുന്ന പേരാണ് SA നോഡ് എന്ന് പറയും. സൈനോ ഏട്രിയൽ നോഡ് എന്നാ പേര്, SA നോഡ്. ഇനി നമ്മുടെ വലത് ഏട്രിയത്തിന്റെ താഴെ ആയിട്ട് നമ്മുടെ ആ ഒരു സെപ്റ്റമില്ലേ, ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിന്റെ താഴെ ഏകദേശം അടുത്തായിട്ട് കാണുന്ന അടുത്ത കൂട്ടം ആൾക്കാരെ നമ്മൾ പറയുക AV നോഡ് എന്നാ പറയാ. ഈ 2 ആൾക്കാരും ഹൃദയം മിടിക്കലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. 2 പേർക്കും എന്തുണ്ട്? ഹൃദയം ബീറ്റ് ചെയ്യുന്നതിൽ പങ്കുണ്ട്. അപ്പോൾ അതിൽ SA നോഡിന്ന് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്ന് ചോദിക്കും. ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് SA നോഡാണ്, അല്ലെങ്കിൽ നാച്ചുറൽ പേസ് മേക്കർ എന്നറിയപ്പെടും. ഓക്കെ, അപ്പോൾ ഹൃദയം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ ഒരാളെ ഹൃദയം എന്നൊക്കെ പറയാം, നമ്മളെ ഹാർട്ടാണ്, നമ്മുടെ ഹൃദയത്തിലാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അതിൻ്റെ റീസൺ എന്താ? അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രാധാന്യം എന്താ? പ്രാധാന്യം എന്ന് പറയുന്നത് എല്ലായിടത്തേക്കും രക്തം കൊടുക്കുക. ആ ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടണം എന്നുണ്ടെങ്കിൽ SA നോഡിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ലേ? ഹൃദയം ഇങ്ങനെ ബീറ്റ് ചെയ്യും, ലബ് ഡബ് എന്ന് പറഞ്ഞ സൗണ്ടിൽ ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ആ ബീറ്റിങ്ങിനുള്ള വിവരം, ഹൃദയം നീ മിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ആ വിവരം ഫസ്റ്റ് കൊടുക്കുന്നത് SA നോഡിൽ നിന്നാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഹൃദയത്തിൻ്റെ ഹൃദയം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. AV നോഡാണെന്നുണ്ടെങ്കിൽ ആ വിവരത്തിനെ ഈ പറഞ്ഞിട്ടുള്ള 2 അറകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ബ്ലാങ്ക് സ്ലൈഡ് കൊടുത്തത് എന്തിനാ? നിങ്ങൾക്ക് വരച്ച് ക്ലിയർ ആയിട്ട് സെറ്റാക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രാവശ്യം കൂടി ഫസ്റ്റ് ആ കള്ളി തൊട്ട് അവസാനത്തെ ഭാഗം വരെ പഠിച്ചു നോക്കാം. ഓക്കെ, വായിച്ച് വരച്ചിട്ട് ക്ലിയർ ആക്കി നോക്കാം.
അപ്പോൾ നോക്കിയേ, ഹൃദയത്തിന് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ വരച്ച് മൈൻഡിൽ എന്ത് ചെയ്യുക, അത് ഉറപ്പിച്ച് വെക്കുക. നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റാക്കിയിട്ട് അത് വരച്ച് തന്നെ പഠിക്കുക. അപ്പോൾ ഇനി കൂടുതലായിട്ട് രക്തപര്യന വ്യവസ്ഥയുടെ രക്തത്തിനെ കുറിച്ചിട്ടും ഹൃദയത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എയ്സ് ആപ്പിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി എയ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.